തൃശൂർ പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി 1 മുതൽ 11 വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുന്നു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിലെ ഐശ്വര്യ അംഗനവാടി കെട്ടിടത്തിന് ശിലയിട്ടു. രാവിലെ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ ശിലാസ്ഥാപനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. വാർഡ് മെമ്പർ PH ബാബു, നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR നിഖിൽ, പഞ്ചായത്ത് അംഗം PA ഷമീർ, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജൻ പൊറ്റേക്കാട്ട, അംഗനവാടി അധ്യാപിക രൂപ ജോഷി, K ശ്രീരാജു തുടങ്ങിയവർ സംസാരിച്ചു. എടത്തുരുത്തി പൈനൂരിൽ പറമ്പിൽ ചന്ദ്രമോഹൻ സൗജന്യമായി നൽകിയ 3 സെന്റ് സ്ഥലത്താണ് പഞ്ചായത്ത് അനുവദിച്ച 10 ലക്ഷവും ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച 5 ലക്ഷം രൂപയും വിനിയോഗിച്ച് കെട്ടിടം പണിയുന്നത്. മറ്റെല്ലാവർക്കും ഉപയോഗപ്രദമാവുന്ന രീതിയിലേക്ക് ഒരു ആസ്ഥാന മന്ദിരമാണെന്ന് തുടക്കം കുറിക്കുന്നത്. നമ്മൾ കേരളത്തെ പോലൊരു സംസ്ഥാനം എപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ കടക്കലാണ് വളം വയ്ക്കേണ്ടത്, തലക്കലല്ല എന്നാണ്. എന്നുവെച്ചാൽ ഒരു സ്ത്രീ ഗർഭിണിയാവുന്ന അവസ്ഥ, പ്രസവിച്ച് മുലയൂട്ടുന്ന അവസ്ഥ, കുട്ടിയുടെ പ്രായങ്ങൾ വളരുന്ന സാഹചര്യത്തിലെല്ലാം ഈ അംഗനവാടിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതാണ്. അത് കേരളത്തിലെ ഗവൺമെൻറ് നന്നായിട്ട് ശ്രദ്ധിക്കുന്ന സാഹചര്യമാണ്. ഭക്ഷണം, മരുന്ന്, മറ്റ് പരിചരണങ്ങൾ, കൗൺസിലിംഗ് എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് ഈ കേന്ദ്രത്തിൽ വരും. അപ്പോൾ അത്തരത്തിലേക്കൊരു പ്രവർത്തനത്തിന് തുടക്കം കുറിക്കാനായിട്ട് എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് മുന്നിട്ടിറങ്ങുക. അതിന് ആസൂത്രണ ഉപാധ്യക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ ജനകീയ ആസൂത്രണ പദ്ധതി